89.6 FM Sargakshetra. SK Junction. മരമില്ലെങ്കിൽ വനമില്ല, വനമില്ലെങ്കിൽ മഴയും വായുവും ജീവനുമില്ല. ഇന്ന് ഈ ഒരു ഉദ്ധരണി പറയാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കാരണം ഇന്ന് മാർച്ച് 21 ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേ അല്ലെങ്കിൽ ലോക വനദിനം. ഈ ഒരു വനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്, നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായി നമ്മുടെ കൂടെ ഒരു എക്സ്പേർട്ട് ഉണ്ട്. വി ഹാവ് അരുൺ RS, IFS ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ഹൈ റേഞ്ച് സർക്കിൾ, കോട്ടയം. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമ്മൾ ഇന്ന് ലോക വനദിനത്തിൽ നമ്മൾ വനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട, അത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത്. അതിനോടനുബന്ധിച്ച് ആദ്യമേ തന്നെ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അല്ലെങ്കിൽ 2025 ഈ ഒരു ദിവസം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ്സ് എന്നുള്ളതാണ്. ഈ ഒരു തീമിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിലേക്ക് വരുമ്പോൾ? വനങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ സംരക്ഷണവും എന്നുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഈ അന്താരാഷ്ട്ര വനദിനം ഇന്ന് മാർച്ച് 21 ഈ എല്ലാ കൊല്ലവും എല്ലാ മാർച്ച് 21 ആഘോഷിക്കപ്പെടുന്നത്. ഇത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി 2012 എടുത്തൊരു തീരുമാനമാണ് മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ ഫുഡ് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വനങ്ങൾ ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്ന്, ഈ വനങ്ങളിൽ നിറയെ ജൈവസമ്പത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഭക്ഷണ കാര്യങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് തേന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നിത്യോപയോഗത്തിൽ വരുന്നത് അത് കുറേ കാട്ടിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ നട്ട്സ്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിൽ യഥാർത്ഥത്തിൽ ഒരു ലൈവ്ലിഹുഡ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു വലിയൊരു മീനിങ് ഉണ്ട്. കാരണം വനങ്ങൾ എപ്പോഴും, അതായത് തീർച്ചയായിട്ടും വനങ്ങളുടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ധാരാളം ഉണ്ടെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഈ എയർ ക്വാളിറ്റിയാണ്, രണ്ടാമത്തത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ്. അപ്പോൾ നമ്മളുടെ ഇത്രയും കേരളത്തിൽ 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും 3 കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഇതെല്ലാം തന്നെ വനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ഉറവിടം. അപ്പോൾ ഈ തരത്തിൽ ഈ ഉറവിടം വനങ്ങളാകുമ്പോൾ തന്നെ നമ്മളുടെ കൃഷി, നമ്മൾ സസ്റ്റൈനബിളായിട്ട് ഇനിയും മുന്നോട്ട് കൃഷിയൊക്കെ കൊണ്ടുപോകണം. കാരണം നമുക്ക് അൾട്ടിമേറ്റ്ലി ഭക്ഷണമാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ ജലം മാത്രം എടുത്താൽ, വനങ്ങളുടെ ജലത്തിൻ്റെ സ്രോതസ്സ് എന്നുള്ള രീതിയിൽ എടുത്താൽ പോലും ഈ ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള മീനിങ് വരും. അതുകൊണ്ട് ഈ കൊല്ലത്തെ ഈ ഒരു തീം അത്രയും അർത്ഥവത്തായിട്ടുള്ളൊരു തീമാണ്. അപ്പോൾ അത് പിന്നെ ഇത് കൂടാതെ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇതിലും ഈ തരത്തിൽ വനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മളുടെ ഫുഡ് സെക്യൂരിറ്റി എന്ന, അതായത് സസ്റ്റൈനബിളായിട്ട് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളൊരിത് നമുക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വനങ്ങളുടെ പ്രാധാന്യം കൂടിക്കൂടി വരികയാണ്. വനമുണ്ടെങ്കിലേ ജീവിതമുള്ളൂ, ജീവനുള്ളൂ എന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം സാറ് പറഞ്ഞ വാക്കുകളിലും നമുക്കതാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ വനത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ വനത്തെ സംരക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് ഈ ഒരു ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് സംരക്ഷിക്കുന്നത്? എങ്ങനെയാണ്, ഏത് വിധത്തിലാണത്? അതിൽ ഗവൺമെൻറ്റിന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റേതായിട്ടുള്ള സ്കീമുകളുണ്ട്. പക്ഷേ വനം വകുപ്പിന് ഞങ്ങൾ ചില പദ്ധതികൾ ഇതിൻ്റെ ഇടയ്ക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത് ഈ പുനർജീവനി എന്ന് പറഞ്ഞ ഒരു പദ്ധതി. അത് റാഗി കൃഷിയാണ്. അത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് ചെയ്തിട്ടുള്ളത്. അത് ജൈവ കൃഷിയാണ്. അതുകൊണ്ട് ഈ റാഗി പുനരുജ്ജീവിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് അവിടെ ജീവിക്കുന്ന ആളുകളുടെ ഡയറ്റിൽ പണ്ടേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് റാഗി. അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ കഴിഞ്ഞ വർഷം നറുംനൂറ് എന്നുള്ള ഒരു പദ്ധതി, അത് നാടൻ കാച്ചിൽ വിഭാഗങ്ങളാണ്. അത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് 41ഓളം വെറൈറ്റീസ് നമ്മൾ കളക്ട് ചെയ്തു. അതിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തോടു കൂടെ ഈ കൂടുതൽ വിത്തുകൾ നമുക്ക് പല ആൾക്കാർക്കും കൊടുക്കാൻ പറ്റും. കാരണം ഇത് അവിടെയുള്ള ട്രൈബൽ പോപ്പുലേഷൻ പണ്ട് മുതലേ ഈ കാച്ചിൽ വിഭവങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, പക്ഷേ ഇടക്കാലങ്ങളിൽ അത് കുറഞ്ഞുപോയി. അപ്പം വീണ്ടും ഈ ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പം ഇത് വീണ്ടും അവരുടെ ഡയറ്റിലേക്ക് കൊണ്ടുവരാനും, അതേപോലെ തന്നെ ഇത് ബാക്കിയുള്ള ആളുകളുടെ ഡയറ്റിലോട്ട് ഇത് കൊണ്ടുവരാനും സാധിക്കും. ആ ഒരു പ്രോഗ്രാമിന് നറുനൂറിൻ്റെ
നെടുന്തൂണായി നിൽക്കുന്നത് അവിടെയുള്ള ഒരു ലക്ഷ്മി അക്ക എന്ന് ഞങ്ങൾ പ്രിയപ്പെട്ട ലക്ഷ്മി അക്ക എന്ന് വിളിക്കുന്ന ഒരു ആദിവാസി മുത്തശ്ശിയുണ്ട്. അപ്പോൾ അവർക്ക് ഈ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി കേരള വനിതാ കമ്മീഷൻ അവരെ പ്രത്യേകം ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ അവിടെ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അവർക്കും അല്ല, നമുക്ക് ആ വനത്തിനുള്ളിലെ നമ്മുടെ ആ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ആരോഗ്യം നൽകുന്നതാണ് എന്ന്, അല്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും ഹാർവെസ്റ്റ് നടത്തണം എന്നുള്ളൊരു ഐഡിയ, അതിൻ്റെ പുറത്താണ് അതിൻ്റെ സ്കീംസ് നമ്മൾ കേട്ടു. ആൻഡ് അതിന് ചുമതലപ്പെടുത്തിയ ആളെക്കുറിച്ചും നമ്മൾ കേട്ടു അല്ലേ? ഇത് കൂടാതെ ഞങ്ങൾക്ക് ഒരു ചില്ല എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പം ഇതിന് പലപ്പോഴും നമ്മുടെ അവിടെയുള്ള വനത്തിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾ, അപ്പോൾ അവരുണ്ടാക്കുന്ന പല ഭക്ഷണ സാധനങ്ങൾക്കും അവരുണ്ടാക്കുന്ന വിവിധ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, അപ്പോൾ അതിന് വേണ്ട വില കിട്ടുന്നില്ല. അപ്പോൾ ഈ വരുന്ന ആൾക്കാർ ഇവർ കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന നെല്ലിക്കയായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവർ വളർത്തുന്ന ബട്ടർ ബീൻസ് തുടങ്ങിയ കാര്യങ്ങൾ, കൂർക്ക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പല ആളുകളും വന്നിട്ട് ഈ മാർക്കറ്റിൽ നിന്നുള്ള ആൾക്കാർ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ ഇതിന് അവർക്ക് യഥാർത്ഥ വില കിട്ടുന്നില്ല. അപ്പോൾ നമ്മളുടെ ചില്ല എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളൊരു ഇടനിലക്കാരെ പോലെ നിൽക്കുകയാണ്. പക്ഷേ അവിടെ ഒരു വീക്ക്ലി മാർക്കറ്റാണ്, ചന്ത, ആഴ്ച ചന്തയാണ്, അവിടെ നമ്മൾ വിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് മാക്സിമം പ്രൈസ് കിട്ടും. നമുക്കിപ്പോൾ ഈ കൂർക്കയുടെ ഒരു സീസണിൽ 1 കോടിയിലധികമൊക്കെയാണ് ടേൺ ഓവർ വരുന്നത്. അപ്പോൾ അതൊരു വലിയൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് ഏകദേശം 10 വർഷത്തോളമായി. അതിപ്പോഴും നല്ല രീതിയിൽ പോകുന്നു. അവിടെയുള്ള ആൾക്കാർ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട്. പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടുകയും ചെയ്യും, അവർക്കതൊരു വരുമാനമാകും. അപ്പം നമ്മുടെ ഗവൺമെൻറ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 10 വർഷമായിട്ട് നടക്കുന്ന ഒരു സംരംഭമാണ്. അത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പം ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. വനത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വനം നമ്മളെ സംരക്ഷിക്കുന്ന വിധം നമ്മൾ അറിയണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM നമ്മൾ ഇന്ന് അന്താരാഷ്ട്ര വനദിനം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിവുകൾ നേടിക്കൊണ്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അരുൺ RS, IFS ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ഹൈ റേഞ്ച് സർക്കിൾ, കോട്ടയം. സർ, നമ്മൾ വനദിനത്തോടനുബന്ധിച്ച് അതിനെ സംരക്ഷിക്കേണ്ട വിധം എങ്ങനെയാണ്, അല്ലെങ്കിൽ വനം നമ്മളെ സംരക്ഷിക്കുന്ന വിധം എങ്ങനെയാണ് തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇനി അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ വിധമാണ് നമ്മൾ ഈ ഒരു വനത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ അതിൽ തന്നെ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഒന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല. ഈ ഒരു വനത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വനദിനം ആചരിക്കുമ്പോൾ എന്താണ് സാറിന് പറയാനായിട്ടുള്ളത്? ഇതിൽ തീർച്ചയായും വനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് വളരെ അമൂല്യമായിട്ടുള്ള നമുക്ക് പൈതൃകമായി കിട്ടിയിട്ടുള്ള സ്വത്താണ്. അപ്പോൾ ഒന്ന്, അതിനെ യാതൊരു തരത്തിലും നശിപ്പിക്കാതെ ഇരിക്കുക, അത് നമ്മൾ സ്വയമായിട്ട് വിചാരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ പല റോഡുകളും ഇതൊക്കെ വനത്തിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, അത് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്വദിക്കാം. നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വനങ്ങളുള്ളത്. തീർച്ചയായിട്ടും ആസ്വദിക്കണം, അതിലൂടെ യാത്രകൾ ആസ്വദിക്കാം. പക്ഷെ അതേസമയം അത് അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതൊക്കെ അവിടെ വലിച്ചെറിയുന്നത്, പിന്നെ അല്ലാതെ പലപ്പോഴും പല സ്ഥാപനങ്ങൾ തന്നെ ഈ വേസ്റ്റൊക്കെ നമ്മളുടെ കാട്ടിൽ ആരും അവിടെ കാണാനില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കാട്ടിൽ വന്ന് തള്ളിപ്പോകുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമ്മളുടെ വനങ്ങളുടെ പൊല്യൂട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇത് നമ്മളുടെ വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് തന്നെയാണ് വനങ്ങൾ. അപ്പോൾ ഈ തരത്തിൽ ഈ പൊല്യൂഷൻ വീണ്ടും നമ്മളുടെ വെള്ളത്തിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന്, ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അതായത് ഈ തരത്തിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ആക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇല്ലീഗലാണ്, അത് ചെയ്യാൻ പാടില്ല. 2, നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലാന്റിങ് ചെയ്യുക. പിന്നെ ഞങ്ങൾ വനം വകുപ്പ് തന്നെ പങ്കാളിത്ത വനപരിപാലനം എന്നാണ് അതിൻ്റെ 25 വർഷം കഴിഞ്ഞു നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോൾ 25 വർഷമായി എത്തി നിൽക്കുന്നു. അപ്പം പങ്കാളിത്ത വനപരിപാലനത്തിൽ നമ്മളുടെ കൂടെ നിൽക്കുക, അതായത് ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ആളുകളുടെ വനസംരക്ഷണ സമിതികളുണ്ട്. അപ്പം ഇവരും കൂടെ ചേർന്നാണ് നമ്മൾ ഈ വനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ പങ്കാളിത്തം എല്ലാവരും ചെയ്യുക. പിന്നെ മേജറായിട്ട് നമുക്കുള്ള ഒരു ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഫയറാണ്. അപ്പം ഇപ്പം ഫയർ സീസൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ ചൂട് കൂടിയൊരു അന്തരീക്ഷമാണ്. അപ്പം കാടുകളെല്ലാം ഡ്രൈ ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു തീപ്പെട്ടിക്കൊള്ളി മതി. കാരണം നമ്മൾ പറയും ഈ ഫോറസ്റ്റ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈൽഡ് ഫയർ അല്ല, എല്ലാം ഹ്യൂമൻ ക്രിയേറ്റഡാണ്. 99.99%
ഈ ഫോറസ്റ്റ് ഫയർ എന്ന് പറയുന്നത് ഒരു മനുഷ്യ നിർമ്മിത ഫയറാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. കാരണം നമ്മളിപ്പം ലോസ് ആഞ്ചൽസിൽ കണ്ടു അത് എത്രത്തോളം നിയന്ത്രണ വിധേയമാണെന്നുള്ളത്. അപ്പോൾ അത്രയും ഇതായിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. അപ്പം ഇത് ഈ നമ്മളുടെ ഇപ്പം ഒരു വനത്തിലൂടെയുള്ള റോഡിൽ കൂടെ പോകുമ്പോഴും നമ്മൾ കെയർഫുള്ളായിരിക്കണം. ഈ തരത്തിലുള്ള ഫയർ ഉണ്ടാവാതിരിക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം. സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, 99% മനുഷ്യ നിർമ്മിതമാണ്. ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒട്ടുമിക്ക കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ കാരണമാണ്. അപ്പം മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഒരു വനം സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുക. അപ്പം സാറ് പറഞ്ഞൊരു കാര്യം, പ്ലാസ്റ്റിക് ഡംപ് ചെയ്യാതിരിക്കുക, എസ്പെഷ്യലി റീഫോറസ്റ്റേഷൻ നടത്തുക, അതുപോലെ തന്നെ കാട്ടുതീ പടരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന വളരെ ചെറിയതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മതി നമ്മുടെ വനത്തെ ഒന്ന് നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട്, അല്ലേ? ഇപ്പം അതുപോലെ തന്നെ 25 വർഷത്തോളമായിട്ട് സാറ് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു, പങ്കാളിത്ത വനപരിപാലനം എന്ന് പറഞ്ഞു. അപ്പം അതിലും നമ്മൾ പങ്കാളികളാവുക എന്നുള്ളതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് SK ജംഗ്ഷനിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വനദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അറിവുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അറിയാനും പറയാനും കേൾക്കാനും ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. കേൾക്കാം. സോ കീപ് ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM-ൽ കൂടെയുള്ളത് ജോ ആണ്. എനിക്കൊന്നും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം, മൊത്തത്തിലൊരു ഗ്രീൻ ആയിട്ടുള്ള ഒരു തീമാണ് നമ്മുടെ റേഡിയോയിൽ ഉള്ളിൽ എല്ലാം. എനിക്കൊന്ന് ഓഫീസിൽ വന്നിട്ടുള്ള എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിനകത്ത് മൊത്തം ഒരു പച്ചപ്പാണല്ലോ എന്നുള്ളത്. ഈ ഒരു പച്ചപ്പ് നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, നമ്മുടെ ഈ ഒരു ലോകത്ത് ഫുള്ളും നിലനിൽക്കേണ്ട ഒരു ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് മാർച്ച് 21, അന്താരാഷ്ട്ര വനദിനം. ഈ ഒരു പച്ചപ്പിനെ കുറച്ച് ഡ്രൈ ആക്കുന്ന അല്ലെങ്കിൽ ഡ്രോട്ടിലേക്ക് നയിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് പലപ്പോഴും ഈ ഒരു എന്താ പറയുക, നമ്മുടെ പ്രകൃതി തന്നെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര വനദിനത്തിൽ വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ട വിധങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. We have Arun RS, IFS Chief Forest Conservator, High Range Circle, കോട്ടയം. സാർ, നമ്മൾ ഈ വനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് വന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിൽ വരുന്ന സാഹചര്യം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു, ഇപ്പം പുലിയാണെങ്കിലും കടുവയാണെങ്കിലും നമ്മുടെ വയനാട് തുടങ്ങിയിട്ടുള്ള ജില്ലകളിലൊക്കെ വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ന്യൂസിൽ നമ്മളത് കാണുന്നുണ്ട്, അത് അനുഭവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം നാളത്തെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇതുപോലത്തുള്ള സാഹചര്യങ്ങൾ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഈ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ കാരണവും എന്തൊക്കെയാണ്? എന്താണ് അതിൻ്റെ ഒരു ബേസിക് റീസൺ? എന്തുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇത്തരത്തിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പണ്ടുകാലം മുതലേ ഉണ്ട്, പണ്ടുകാലം മുതലേ നടക്കുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ ഇത് കൂടുതലായിട്ട് വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിന് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വനങ്ങൾ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ അതിലുള്ള ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ വന്യമൃഗങ്ങൾ ഒരു കാടിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് അവിടെയുള്ള വൈൽഡ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഒരു ടൈഗർ ഉള്ള ഒരു ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല വനമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാം. പിന്നെ എലിഫൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഈ കാടിനെ ഒരു എൻജിനീയറിങ് ചെയ്യുന്ന ഒരു ജീവിയാണ് എലിഫൻ്റ്. കാരണം അതിനിഷ്ടമുള്ള അത് വലിയൊരു മൃഗമാണ്. അപ്പോൾ അതിന് ധാരാളം ഭക്ഷണം വേണം, അത് കുറേ സ്ഥലങ്ങൾ സഞ്ചരിക്കും. അപ്പം അത് ഭക്ഷണത്തിനായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും കുറേ ദൂരം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണ് എലിഫൻ്റ്. അപ്പം ഈ തരത്തിൽ ഓരോ വന്യജീവിക്ക് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രൊഫഷനും രണ്ടും ഉണ്ട് ഫോറസ്റ്റിൽ. അപ്പം ഈ തരത്തിലുള്ള വന്യജീവി സംഘർഷങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ അത് ആ സമയത്ത് അത്ര റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം ഏറ്റവും ചെറിയ ഒരു ഇവൻ്റ് ആണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട്. കാരണം മീഡിയ അത്രയും ഫാസ്റ്റാണ്, ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പം പണ്ട് കാലത്ത് ഇപ്പം വയനാട്ടിലൊരു ഇൻസിഡൻറ്റ് നടന്നു, ഇടുക്കിയിൽ ഇൻസിഡൻറ്റ് നടന്നത്, രണ്ടും തമ്മിൽ ആൾക്കാർ അറിയാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരു ദിവസം നടന്നു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. രണ്ട് സംഭവങ്ങളായിട്ടല്ല കാണുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇതിൽ നമ്മൾ വളരെ ഗൗരവകരമായിട്ടാണ് വനം വകുപ്പ് ഇതിനെ കാണുന്നത്. നമ്മളിപ്പം വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ
ഒന്ന് ഇതിന് ഒരു ഏകദേശം 12ഓളം ലാൻഡ്സ്കേപ്പുകൾ നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് ലാൻഡ്സ്കേപ്പുകളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തി, ജനങ്ങളെ ഉൾപ്പെടുത്തി, മറ്റ് പിന്നെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉൾപ്പെടുത്തി എല്ലാവരും ചേർന്നിട്ട് ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ പ്ലാന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇപ്പം ആനക്കിടങ്ങുകൾ എത്ര വേണം, എത്രത്തോളം നമുക്ക് സൗരോർജ്ജ വേലി വേണം, അതിന് ഫണ്ടിങ് എവിടെ നിന്ന് വരണം. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ ലാൻഡ്സ്കേപ്പിലും ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിനോട് കൃത്യമായിട്ട് പ്ലാൻ ആക്കുന്നു. അപ്പോൾ ആ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലെല്ലാത്തിലും ജനപങ്കാളിത്തം തീർച്ചയായിട്ടും വേണം. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വനംവകുപ്പ് ചെയ്യുന്നത്. അതേസമയം ഈ തരത്തിൽ ശരിയാണ്, ഒരാളുടെ ജീവൻ പോകുമ്പോൾ അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന വിഷമം ഇതൊക്കെ നമുക്കറിയാം. നമ്മളും ഇതിനെ വളരെ വൈകാരികമായി മാത്രമല്ല, അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. ഇപ്പം വന്ന് നിൽക്കുന്നത് നമ്മളുടെ മേജർലി 10 മിഷനുകളായിട്ട് നമ്മളിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഫുഡ് ഫോർഡർ വാട്ടർ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിനുള്ളിൽ തന്നെ നമുക്ക് ഇപ്പം ഡ്രൈ ആയിട്ടുള്ള സമയമാണ്, അതിനുള്ളിൽ തന്നെ ജലാശയങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ചെറിയ പോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പം വന്യജീവികൾക്ക് അവിടെ തന്നെ വെള്ളം കുടിക്കാനുള്ള, അത് കഴിഞ്ഞ കൊല്ലം ചെയ്താണ്, ഈ കൊല്ലം അതിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളുടെ മേജർ ഒരു പോളിസിയാണ് എക്കോ റിസ്റ്ററേഷൻ പോളിസി. അപ്പോൾ നമ്മളിപ്പോൾ മറയൂർ ഇതിൽ നമ്മൾ എക്കോ റിസ്റ്ററേഷൻ നമ്മൾ ഏകദേശം 100-ലധികം ഹെക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ പണ്ട് വാറ്റിൽ പ്ലാന്റേഷൻ ആയിരുന്നു, ഇതൊക്കെ ഈ എക്കണോമിക് പ്ലാന്റേഷൻസാണ്. അപ്പോൾ അതിനെ മുറിച്ച് മാറ്റിയിട്ട് അവിടെ ഇപ്പം നല്ല പുൽമേടുകളാണ്. അപ്പോൾ ഈ പുൽമേടുകളിലേക്ക് ഞങ്ങളിപ്പം വീണ്ടും നോക്കുമ്പോൾ അവിടെ ഈ ഗോർ, അതായത് ഇന്ത്യൻ ബൈസൺ എന്ന് പറയുന്ന അത് അവിടേക്ക് പുതിയതായിട്ട് വന്ന് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് ഇവിടെ കോൺഫ്ലിക്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഫുഡ് ഫോർഡർ വാട്ടർ എന്നുള്ള മിഷൻ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതേപോലെ മനുഷ്യന് ജീവഹാനി ഉണ്ടാവുന്നത് കൂടുതലും പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട, നമുക്ക് ഇത്രയും ഡെത്ത് ഉണ്ടെങ്കിലും അതിൽ മേജർ ഇത് പാമ്പാണ്. പാമ്പെന്നുള്ളത് കാട്ടിൻ്റെ ഉള്ളിലല്ല ഈ പാമ്പ് കടിക്കുന്നത്, അതെല്ലാം ജനവാസ മേഖലയിൽ തന്നെയുള്ള. അപ്പോൾ കോട്ടയം ടൗണിൽ പാമ്പ് കടിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഡെത്തിൻ്റെ എണ്ണത്തിലേക്ക് ഉണ്ട്. പക്ഷേ മേജർലി പാമ്പ് കടിയാണ്. അതിൽ നമ്മൾ സർപ്പ എന്നുള്ള ഒരു ആപ്പുണ്ട്, അത് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. അതുകൂടാതെ നമുക്ക് ഏകദേശം 4000-ഓളം വളണ്ടിയേഴ്സ് ഇതിന് വേണ്ടിയിട്ട് സ്നേക്ക് കേച്ചേഴ്സ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് ഉണ്ട്. അപ്പം 0 ഡെത്ത് ഡ്യൂ ടു സ്നേക്സ് എന്നുള്ള നമ്മളൊരു മിഷൻ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ, അതോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റലുകളിലും എല്ലാം നമുക്ക് ആൻറ്റിവനം ഇങ്ങനെയുള്ള സംരംഭങ്ങൾ എല്ലാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവാനും അങ്ങനെ 0 ഡെത്ത് എന്നിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനും പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ തരത്തിലുള്ള ആനപ്രതിരോധ മാർഗ്ഗങ്ങൾ എല്ലാം നമ്മളുടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫേസിലാണ് പലതും. അപ്പം എനിക്ക് തോന്നുന്നത് അടുത്തൊരു 5-6 മാസത്തിനുള്ളിൽ ഈ കുറേ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതോടൊപ്പം ഈ ഫെൻസിങ്ങും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ഇത് മെയിൻ്റനൻസ് വേണം. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ജനങ്ങളുടെ പങ്കാളിത്തം തീർച്ചയായിട്ടും വേണം. കാരണം അത് അവർക്ക് കൂടെയുള്ള കാര്യമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു എത്തേണ്ട കാതുകളിലേക്ക് ഇത് എത്തട്ടെ എന്നുള്ളതാണ് അല്ലേ. കാരണം നമ്മൾ ചിലപ്പോൾ ഇത് അറിയാതെ പോകുന്നുണ്ട് പല ആളുകളും. ഇപ്പം നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാറുണ്ട്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എന്താണ് ഞങ്ങളിങ്ങനെ അനുഭവിക്കുന്നത് കാണുന്നില്ലേ എന്ന് പലപ്പോഴും അവർ ഒരു വൈകാരിക നിമിഷത്തിൽ ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം നമ്മളത് മറ്റേ ഒരു കാര്യം നമ്മൾ കേട്ടിരുന്നത്, ഇപ്പം എന്താ നമ്മുടെ വനങ്ങളിൽ പോയി ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്കീമിനെ കുറിച്ച് നമ്മൾ വാർത്തകളിലൊക്കെ നമ്മൾ കേട്ടിരുന്നത്. ഇപ്പം അതിന് പിന്നാലെ ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സർപ്പ ആപ്പിനെ കുറിച്ച് നമ്മൾ കേട്ടു അറിഞ്ഞു. അപ്പം ഇതുപോലത്തെയുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് സ്കീംസ് മിഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് സാർ കൺക്ലൂഡ് ചെയ്തതും ജനപങ്കാളിത്തം വേണം എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്താൻ്റെ കാതുകളിലേക്ക് ഇത് അറിയാത്തവരിലേക്ക് ഇത് എത്തട്ടെ എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി കുറച്ച് പാട്ടുകളിലേക്കാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പല വിധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് അറിയുന്നത് അന്താരാഷ്ട്ര വനദിനവുമായിട്ട് ബന്ധപ്പെട്ട് വനങ്ങളെ സംരക്ഷിക്കേണ്ടതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കാനും അറിയാനും ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിൽക്കുമ്പോൾ പാട്ടിലേക്ക് പോകാം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അരുൺ RS.
IFS ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഹൈ റേഞ്ച് സർക്കിൾ കോട്ടയം. സർ, നമ്മൾ ഇന്ന് അന്താരാഷ്ട്ര വനദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാട്ടുകൾക്ക് മുന്നേ നമ്മൾ കേട്ടത് നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വേണ്ടി ചെയ്യുന്ന പദ്ധതികളെക്കുറിച്ച് നമ്മൾ കേട്ടു. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചില റിസോഴ്സസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു, അറിഞ്ഞു. അപ്പം അതിനോടൊപ്പം തന്നെ ചോദിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യമാണ് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് കാലാവസ്ഥാ വ്യതിയാനം. നമുക്ക് പല രീതിയിൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൽ വനത്തിനുള്ള പങ്ക് എന്തുമാത്രമാണ്, അതിൽ മനുഷ്യൻ്റെ പങ്ക് എന്തുമാത്രമാണ് എന്നുള്ളത് പറയാമോ? തീർച്ചയായിട്ടും. കാരണം ഈ നമ്മളെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതിനെ കാർബണിൻ്റെ വിവിധ ഫോമുകളിലാക്കിയിട്ടാണ് ഈ മരങ്ങളിൽ ഉള്ളത്. അതുകൊണ്ട് കാർബൺ സിങ്കാണ്, കാർബൺ സെക്വിസ്റ്റേഷൻ നടത്തുന്നുണ്ട്. കാരണം ഇത് പ്രകാശ സംശ്ലേഷണം ഇത് ചെയ്യുമ്പം കാർബൺ സെക്വിസ്റ്റേഷനാണ് നടത്തുന്നത്. അതുകൊണ്ട് നമ്മളുടെ വനങ്ങളിൽ ധാരാളം കാർബൺ ഉണ്ട്, ഓരോ മരത്തിലും ഇലയിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് അതിൻ്റെ ഒരു മേജർ സ്റ്റോക്കാണ്. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആമസോൺ കാടുകൾ അത് ധാരാളം നശിപ്പിക്കപ്പെടുന്നു. നമ്മളെ ഈ വേൾഡിലുള്ളതിൽ ഏറ്റവും നല്ല ഫോറസ്റ്റുകളുള്ള, അതായത് നിത്യഹരിത വനങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്രയോ ഇതിന് ഡെവലപ്മെൻറ്റിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആമസോണിലൊക്കെ കാടുകൾ നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാർബൺ സ്റ്റോക്ക് ഉള്ളത് പുറത്തേക്ക് റിലീസാകുകയാണ്, വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് നമ്മൾ അന്തരീക്ഷത്തിലോട്ട് വരുന്നു. അപ്പം ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ മേജർലി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം അതേപോലെ തന്നെ സംരക്ഷിക്കുക, വൃക്ഷങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് കാലാവസ്ഥ വ്യതിയാനത്തിൽ അതിൻ്റെ റെസിലിയൻസ്, അതിനോട് പ്രിപ്പയർനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ളത്. രണ്ടാമത് ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് മേജർലി ഉണ്ടാവാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡാണ്. കാരണം ഇതിൽ ക്രോപ്പിംഗ് പാറ്റേൺ ചേഞ്ച് ആവും. അങ്ങനെയുള്ള പിന്നെ മഴയുടെ ദൈർഘ്യം അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചേഞ്ച് ആവും. അപ്പോൾ ഈ തരത്തിലൊക്കെ വരുമ്പോൾ വെള്ളപ്പൊക്കം തുടങ്ങിയൊക്കെ തടയണം എന്നുണ്ടെങ്കിൽ വനങ്ങൾ വേണം. കാരണം വനങ്ങൾ പതുക്കിനെ വെള്ളം റിലീസ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കുത്തൊഴുക്കായിട്ട് വന്ന് നേരെ കടലിലേക്ക് പോകും. അപ്പോൾ ആ തരത്തിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ അല്ലെ റെസിലിയൻസിൻ്റെ പാർട്ടായിട്ട് എപ്പോഴും വനങ്ങൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നമുക്കും ചെയ്യാനുള്ളത്. വീണ്ടും എന്താ റീഫോറസ്റ്റേഷൻ എന്നുള്ള ഒരു വാക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുക. റീഫോറസ്റ്റേഷൻ അത് വനത്തിന് പുറത്തുള്ള സ്ഥലത്ത് നമ്മൾ ഈ തരത്തിൽ നമുക്ക് അത് നമ്മളുടെ ഈ മൈക്രോ ക്ലൈമാറ്റും കൂടെ നന്നായി വരും. കാരണം നമ്മൾ നല്ല ചൂടുള്ളൊരു സ്ഥലത്താണെങ്കിൽ അവിടെ ധാരാളം വൃക്ഷങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് കുറച്ചും കൂടി കുളിർമ ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ആ തരത്തിൽ നമ്മൾ വനത്തിന് പുറത്തും ഇതേപോലെ തന്നെ പ്ലാന്റേഷൻ ചെയ്യണം. പക്ഷെ വനം എന്ത് തന്നെയായാലും ഇൻടാക്റ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു സാറ് പറഞ്ഞപ്പോൾ തന്നെ 2-3 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇപ്പം വരുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് നമ്മളിപ്പം വനം സംരക്ഷിക്കുക, അതുപോലെ തന്നെ വനം എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് ഉപയോഗപ്രദമാക്കാം എന്നുള്ളത് നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. അത് കേൾക്കാൻ അറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ഇന്ന് മാർച്ച് 21 ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടുകൊണ്ട്, ഇത് കേൾക്കുക മാത്രമല്ലാതെ നാളെ പ്രാവർത്തികമാക്കാനുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ട് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അരുൺ RS, IFS ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഹൈ റേഞ്ച് സർക്കിൾ കോട്ടയം. സാർ, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം വനം എങ്ങനെയാണ് ആകുന്നത്, അത് നമുക്ക് എങ്ങനെ ആക്കാം എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലോട്ട് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒന്ന് ഇതിൻ്റെ അകത്തുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ്സ്, ഒന്ന് പിന്നെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ട്രിവാൻഡ്രം ഡിവിഷനിൽ ഇതിൻ്റെ വർക്കിംഗ് പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വനത്തിൻ്റെ മൂല്യം എത്രയാണെന്ന് പറ്റാവുന്ന രീതിയിൽ നമുക്കറിയാവുന്ന രീതിയിൽ കണക്കാക്കി. അപ്പോൾ 1 ഹെക്ടർ വനത്തിൻ്റെ ആനുവൽ മൂല്യം എന്ന് പറയുന്നത് 27 ലക്ഷം രൂപയാണ് 1 ഹെക്ടർ വനത്തിൻ്റെ. അപ്പം ആ രീതിയിലോട്ടാണ് അതിന് കാൽക്കുലേഷൻ ഉള്ളത്. 1 ഹെക്ടർ വനത്തിൻ്റെയാണ്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഡയറക്റ്റ് ബെനിഫിറ്റ്സ്, ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം, കാരണം നമ്മളുടെ
ഈ നമ്മളുടെ എല്ലാ സംസ്കാരം തന്നെ ഉണ്ടായിട്ടുള്ളത് എല്ലാം നദീതട സംസ്കാരങ്ങളാണ്. അപ്പം നമ്മുടെ ഗംഗയാണെങ്കിലും യമുനയാണെങ്കിലും ഇതൊക്കെ ഒഴുകുന്നത് ഇത് ഈ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ് എന്നാണെങ്കിലും ഇതെല്ലാം അത് വനവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ്. വനത്തിൻ്റെ മുകളിലുള്ള പിന്നെ പുൽമേടുകളാണ്, അത് കഴിഞ്ഞിട്ടാണ് ഗ്ലേഷ്യേഴ്സ് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇതെല്ലാം ഈ വനത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെ സോഴ്സ്, നമ്മളുടെ മേജർ. അതേപോലെ തന്നെ നമ്മൾ ഈ വനത്തിൻ്റെ മാപ്പ് എടുക്കുകയാണെങ്കിലും, നമ്മളുടെ പോവർട്ടിയുടെ മാപ്പ് എടുക്കുകയാണെങ്കിലും, നമ്മളുടെ ഖനികളുടെ മാപ്പ് എടുക്കുകയാണെങ്കിലും ഇതെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. ഇതെല്ലാം ഒരു സ്ഥലത്താണ് റിസോഴ്സായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് പോവർട്ടി മാപ്പ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വനത്തിനോട് ചേർന്നെടുക്കുന്ന സ്ഥലത്ത് പോവർട്ടി ഉണ്ട്. അപ്പം യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ ഈ പറഞ്ഞ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ആൾക്കാരെ നമുക്ക് ശാക്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും വേണം. അതേസമയം അവരുടെ ലൈവ്ലിഹുഡാണ് വനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ റൂറൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് വനങ്ങൾ ധാരാളം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് റൂറൽ, അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളത് ഈ വനങ്ങളും കൂടെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും വനങ്ങളെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു വളർച്ചയാവരുത്. അതിനെയും വളർത്തണം, നമ്മളും വളരണം, അല്ലേ? മൊത്തത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആക്കാനായിട്ട് പറ്റും. അതിനുള്ളതെല്ലാം വനം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് സാറ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും പാട്ടുകളിലേക്ക് പോകാം. പാട്ടുകൾക്ക് ശേഷം ഇനിയും ധാരാളം കാര്യങ്ങൾ കേട്ടറിയാം. വനദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് SK ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അരുൺ RS IFS ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഹൈ റേഞ്ച് സർക്കിൾ കോട്ടയം. സാർ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ വനദിനവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു നമുക്ക് വനം സംരക്ഷിക്കാം എന്ന് പറഞ്ഞു. നമ്മൾ കാണുന്ന വനത്തിനുള്ളിലുള്ള സംരക്ഷണം മാത്രമല്ലാതെ നമുക്ക് പുറമേ വനം സംരക്ഷിക്കാം, അതിനുവേണ്ടി നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു. ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ പുറമേ ഈ ഒരു വനം സ്വന്തം സ്ഥലത്തിൽ അല്ലെങ്കിൽ സ്വന്തം വീടിൻ്റെ അരികത്തൊക്കെ ആയിട്ട് വനം ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അതിന് ഒരു എക്സാമ്പിളാണ് ഈ മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറഞ്ഞത്. ഒരുപാട് പേര് നമ്മൾ ഈ ഒരു മിയാവാക്കി ഫോറസ്റ്റ് തങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്യാറുണ്ട്. അപ്പം ഒരു വ്യക്തിക്ക് തങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെ സഹായങ്ങളാണ്, എന്തൊക്കെ സേവനങ്ങളാണ് നൽകുന്നത്? ഇതിൽ പല കാലഘട്ടങ്ങളിലായിട്ട് നമുക്ക് നിരവധി പദ്ധതികൾ ഈ കാടിൻ്റെ പുറത്തുള്ള സ്ഥലത്തുള്ള വനവൽക്കരണം അല്ലെ വൃക്ഷം നടൽ എന്നുള്ള ഇതിന് പല കാലഘട്ടങ്ങളിൽ പല പല പദ്ധതികളുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ നഗരവനം വിദ്യാവനം പ്രോജക്റ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരവനം എന്ന് പറഞ്ഞാൽ നഗരങ്ങളിൽ ആയിട്ടുള്ള കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയകളിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വനങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ നടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റാണ്. വിദ്യാവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാലയങ്ങളിലും മറ്റു കോളേജുകളിലും ഒക്കെ ആയിട്ടുള്ള ഈ വൃക്ഷം തൈകൾ നടലും അതിനുശേഷമുള്ള പരിപാലനമാണ്. അപ്പോൾ നമുക്കിപ്പോൾ കോട്ടയത്താണെങ്കിൽ ഏകദേശം 23ഓളം ഇത്തരം വനങ്ങളുണ്ട്, നഗരവനവും വിദ്യാവനവും ചേർന്ന്. അപ്പം ഇത് ഈ മിയാവാക്കി എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് കൂടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ അത് നമ്മൾ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പലപ്പോഴും നമ്മളുടെ ഒരു ക്ലൈമറ്റിനനുസരിച്ച്, ഇത് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മളുടെ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് ധാരാളം മഴ ലഭിക്കുന്ന സ്ഥലമാണ്, നമുക്ക് നല്ല ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്. അപ്പം എപ്പോഴും പെട്ടെന്ന് തന്നെ മരങ്ങൾ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മളുടെ കാലാവസ്ഥയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ നഗരവനം വിദ്യാവനം പദ്ധതി എന്ന് പറയുന്നത് ഏകദേശം ഈ മിയാവാക്കി പോലെയുള്ളതാണ്. പക്ഷെ അത് അത്രയും ഇൻറ്റൻസീവായിട്ട് അത്രയും ഷോർട്ട് ഡിസ്റ്റൻസിലല്ല പ്ലാൻ ചെയ്യുന്നതെന്ന് മാത്രം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇത് രണ്ടിൻ്റെ എയിം ഒന്ന് തന്നെയായിട്ട് വരും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ ഇൻസെൻറ്റിവൈസേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഇത്തരം പ്ലാന്റേഷനുകൾക്ക്. പിന്നെ കാവുകൾ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാവുകൾ. കാവുകൾ പഴയ കാലത്തെ വനങ്ങളുടെ റെമനൻസ് ആണ്. അതായത് യഥാർത്ഥത്തിൽ ഓൾഡായിട്ടുള്ള ട്രീസാണ് അതിൻ്റെ അകത്തുള്ളത് ഈ നമ്മളുടെ കാവുകളിൽ. അപ്പോൾ കാവ് സംരക്ഷണത്തിനായിട്ട് നമ്മൾ ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ടൽക്കാട് സംരക്ഷണത്തിന് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. കണ്ടൽക്കാട് പലതും പ്രൈവറ്റ് ആളുകളുടെ ആണ്.
അപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിനുമായിട്ടും നമ്മൾ ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ വ്യക്തികൾക്ക് സ്വയം ഇങ്ങനെ ഒരു രീതി വേണം അല്ലെങ്കിൽ അവർക്കൊരു മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ നൽകുന്ന സഹായങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പദ്ധതികളുണ്ട്. ഇപ്പം മംഗളവനം നമുക്കറിയാം. ഇപ്പം മംഗളവനം അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന മംഗളവനം. ഇപ്പം സാറ് പറഞ്ഞത് പറഞ്ഞാൽ കോട്ടയത്ത് 23 സ്ഥലങ്ങളായിട്ട് ഇല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ഒരു നഗരവനം, വിദ്യാവനം അല്ലെങ്കിൽ ഒരു കാവ് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളവ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തുമാത്രമാണ് അല്ലെങ്കിൽ ഇത് എത്രമാത്രമാണ് ഇതിൻ്റെ ഒരു വളർച്ച എന്നുള്ളത് നമുക്ക് അറിയാനായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം ഉത്തരം പറയാനായിട്ട് സാറ് റെഡിയാണ്. നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം സർഗക്ഷേത്ര 89.6 FM-ലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ മാർച്ച് 21 ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേ ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സർഗക്ഷേത്ര 89.6 FM-ലൂടെയും അറിവുകളിലൂടെ നമ്മൾ അത് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വനസംരക്ഷണത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അരുൺ RS, IFS ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ഹൈറേഞ്ച് സർക്കിൾ, കോട്ടയം. സാർ, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ ഒരു മംഗളവനത്തെക്കുറിച്ചായിരുന്നു. മംഗളവനം ബേർഡ് സാങ്ച്വറി എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു കൊച്ചിയുടെ ഒരു ഗ്രീൻ ലങ് എന്നറിയപ്പെടുന്നതാണ്. അപ്പം അത് ഭയങ്കര വിജയകരമായിട്ട് പോകുന്ന ഒരു പദ്ധതി തന്നെയാണ്. ഇപ്പം അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ ഇപ്പം സാറ് വന്നിട്ടുള്ള ചില പദ്ധതികളെ കുറിച്ച് സാറ് പറഞ്ഞു, നഗരവനം, വിദ്യാവനം എന്നൊക്കെ പറയുന്നത്. അപ്പം അതുപോലെ മറ്റ് ജില്ലകളിലുള്ള മറ്റ് പദ്ധതികൾ ഏതൊക്കെയാണ്, ഇതിൻ്റെ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഇതൊരു ഇമ്പാക്റ്റ് എന്തുമാത്രമാണ് എന്നൊന്ന് പറയാമോ? അല്ല, മംഗളവനം ബേർഡ് സാങ്ച്വറി എന്നുള്ളൊരു പദ്ധതിക്കുപരി അതൊരു സംരക്ഷണമാണ്. അതായത് അവിടെയുള്ള കണ്ടൽക്കാടുകൾ സംരക്ഷിക്കപ്പെടുന്നതാണ് അതിനെ സാങ്ച്വറി ചെയ്തതുകൊണ്ടുള്ള ഉപയോഗം പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ടു, അത്തരത്തിലുള്ള കണ്ടൽക്കാടുകൾ സംരക്ഷിക്കപ്പെട്ടു, ആ ചതുപ്പ് നിലങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. കാരണം പലപ്പോഴും നമ്മളുടെ ചതുപ്പ് നിലങ്ങളെല്ലാം ഇത് തൂർത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മളുടെ വെള്ളത്തിൻ്റെ ലഭ്യത, കാരണം നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലഭ്യത കുറയുകയാണ്. നമ്മളുടെ ഈ തണ്ണീർത്തടങ്ങളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ തരത്തിലുള്ള അത് കണ്ടൽക്കാടുകളുടെ സവിശേഷതയും കൂടിയാണ്. അതോടൊപ്പം അവിടെ ധാരാളം പക്ഷികളും എല്ലാം വരുന്നതാണ് ആവാസ വ്യവസ്ഥ. അപ്പോൾ അത് സംരക്ഷിക്കപ്പെടുന്നു. അതേപോലെ ഈ തരത്തിൽ നമ്മളുടെ ഈ നഗരവനം, വിദ്യാവനം തുടങ്ങിയ ഈ പദ്ധതികൾ അത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും നടപ്പിലാക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും നടപ്പിലാക്കുന്നുണ്ട്. ഇത് ഈ തരത്തിൽ വരുമ്പോൾ ആളുകൾക്ക് ഒന്ന് ഈ തരത്തിലുള്ള ഇപ്പോൾ ഒരു ഇത്തരത്തിലുള്ള പദ്ധതികളുള്ള സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു മോർണിംഗ് വാക്കിന് പോവുകയാണെങ്കിൽ നല്ല രസകരമായിട്ട് നമുക്ക് ആ ഒരു മോർണിംഗ് അനുഭവമൊക്കെ ആയിട്ട് ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളുണ്ട് ഈ തരത്തിൽ. അപ്പോൾ ആ തരത്തിൽ അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഈ തരത്തിലുള്ള നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ തരത്തിലുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതൊരു കുളിർമയാകാനും നമുക്ക് ആസ്വദിക്കാനും ഒക്കെ പറ്റും. അതോടൊപ്പം തന്നെ ഈ തരത്തിൽ ഈ പദ്ധതികളുള്ള സ്ഥലങ്ങളിൽ പുതിയ പക്ഷികൾ വരുന്നു, അവരുടെ സൗണ്ട്സ്, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഡെയിലി ജീവിതത്തിലും ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അതിൻ്റെ തന്നെയാണ് വനം സംരക്ഷിക്കണം എന്ന് പറയുന്നത്. നമുക്ക് ഉപകാരപ്രദം അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ യൂസ്ഫുൾ ആണ് അല്ലേ. നമുക്ക് മെൻ്റലി ഒരു പീസ് ആയിക്കോട്ടെ, അതിനൊക്കെ വേണ്ടി നമ്മൾ വനം സംരക്ഷിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പം ഇപ്പം സാറ് പറഞ്ഞ പോലെ ഇപ്പം രാവിലെ ഒരു നടക്കാനായിട്ട് ഇറങ്ങുന്ന ആൾ നല്ലൊരു പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ ഒരു മരം കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാവിലത്തെ ഒരു മോർണിംഗ് വ്യൂ കാണുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. ഈ ഒരു ഹാപ്പിനെസ് നമ്മൾ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വനത്തെ സംരക്ഷിക്കണം. ഈ വനം നൽകുന്ന റിസോഴ്സസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വനത്തെ സംരക്ഷിക്കണം. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വനത്തെ നശിപ്പിക്കാതിരിക്കുക തുടങ്ങിയ ഒരു കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇതുപോലെ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട പല കാര്യങ്ങളുണ്ട് വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കാനും അറിയാനും അതൊക്കെ ഓർമ്മപ്പെടുത്താനുമുള്ള ഒരു ദിവസമാണ് ഇന്ന് മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം എന്ന് പറയുന്നത്. നമ്മൾ ആചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അറിവുകളിലൂടെ SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം നമ്മുടെ സർഗക്ഷേത്ര 89.6 FM-ലൂടെ അത് ആചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അറിവുകളിലൂടെ. ഇക്കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അരുൺ RS, IFS ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ഹൈറേഞ്ച് സർക്കിൾ, കോട്ടയം. സാർ, നമ്മൾ പ്രധാനമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഈ വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പല സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങൾ പല ഭയങ്കര രസകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കും ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡ്സ് അവർ യൂസ് ചെയ്യാറുണ്ട്. ഒരു
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കുടജാത്രയിലേക്ക് നമ്മൾ ട്രിപ്പ് പോകുന്ന പലരും അല്ലെങ്കിൽ എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പ്ലാസ്റ്റിക് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവരത് സീൽ ചെയ്ത് പൈസ വാങ്ങിച്ച് നമ്മൾ പോയതിന് ശേഷം അവർ ആ ഒരു എമൗണ്ട് തന്നെ തിരിച്ചു തന്ന അങ്ങനെ ഒരു രീതി, അല്ലെങ്കിൽ അവിടെ പ്ലാസ്റ്റിക് അവിടെ ആരും ഡംപ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക്, അങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം സാറിൻ്റെ ഒരു പേഴ്സണൽ ഇത് ചോദിക്കുകയാണെങ്കിൽ സാറിന് അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സ്വാഗതാർഹമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറയാമോ? പൊതുവെ വനസംരക്ഷണത്തിൽ കേരളമാണ് ബാക്കി സംസ്ഥാനങ്ങൾക്ക് മോഡലായിട്ട് നിൽക്കുന്നത്. അത് പലപ്പോഴും പ്രത്യേകിച്ച് പെരിയാർ ടൈഗർ റിസർവ്. അപ്പം പെരിയാർ ടൈഗർ റിസർവ് ഈ ഇന്ത്യയിലുള്ള എല്ലാ ടൈഗർ റിസർവ്സും മോഡലാണ്. നമ്മളുടെ പങ്കാളിത്ത വനപരിപാലനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എപ്പോഴും നമ്പർ 1 ടൈഗർ റിസർവായിട്ട് നിൽക്കുന്നത് പെരിയാറാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മളിവിടെ പരീക്ഷിച്ച പല കാര്യങ്ങളാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. എന്നിരുന്നാലും മറ്റു സംസ്ഥാനങ്ങളിലും ചില കാര്യങ്ങൾ, ഇപ്പം വൈദേശിക കളകൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതികൾ, അപ്പം ലെൻഡാന, അതിപ്പോൾ അവിടെ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ധാരാളം ഹെക്ടേഴ്സ് ഈ തരത്തിൽ പിന്നീട് വീണ്ടും ലെൻഡാന വരാത്ത രീതിയിൽ, അപ്പം ആ രീതിയിൽ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കുറച്ചും കൂടെ വിപുലീകരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇത്തരത്തിലുള്ള വൈദേശിക കളകളുടെ പ്രശ്നമുണ്ട്. സെന്ന, മഞ്ഞക്കൊന്ന എന്നൊക്കെ പറഞ്ഞിട്ട് വയനാട് നമ്മളുടെ കാടുകളിലൊക്കെ വ്യാപിപ്പിച്ചേ. അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വന്യജീവികൾക്ക് കൂടുതൽ ഫുഡ് ഫോഡർ ഇത് ലഭ്യമാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ തരത്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ തരത്തിൽ പ്ലാസ്റ്റിക്കിനെ പല സ്ഥലങ്ങളിൽ, പല എക്കോ ടൂറിസം സെൻ്ററുകളിലും പല രീതിയിലാണ് അതിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് യൂസർ ഫീ വാങ്ങിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് കുപ്പിയുടെ മുകളിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് അത് നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷേ ഇതിൽ ഏറ്റവും ഉപരി ഇത് എല്ലാവരിലും അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് വരുന്ന ഒരാൾ അത് റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് ആയിരിക്കണം. നമ്മളുടെ എല്ലാ എക്കോ ടൂറിസം സെൻ്ററുകളാണ്, അതിൽ റെസ്പോൺസിബിൾ ടൂറിസം ആയിരിക്കണം. നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും അത് റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി നമ്മൾ അവിടെ വേസ്റ്റ് ഇടരുത് എന്ന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ടൂറിസം റെസ്പോൺസിബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ എന്താ പറയുക, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണ്ട, അല്ലെങ്കിൽ ഏതൊരു മെത്തേഡ് വന്നാലും അതിന് റെസ്പോൺസിബിലിറ്റി നമുക്ക് ഓരോരുത്തർക്കും ആണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് എല്ലാവർക്കും വേണം. അതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ സാറിനോടൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പം നമുക്കറിയാം ഒരുപാട് സ്കീംസ് നമ്മുടെ ഒരു വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്കീംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വ്യക്തികൾ ചെയ്യേണ്ട ചില റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അപ്പം ഈ ഒരു സമയം നോക്കുവാണെങ്കിൽ ആളുകൾ എങ്ങനെയാണ് ഇതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? അവരതിനെ ഫോളോ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം പ്ലാസ്റ്റിക് ഡംപ് ചെയ്യരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് നിക്ഷേപിക്കുന്ന സാഹചര്യമാണ്. ഇപ്പം പല ആളുകൾ പല സ്ഥലത്തുനിന്ന് വന്ന് നമ്മുടെ കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലും ടൂറിസം വകുപ്പിലെ തന്നെ പല സ്ഥലങ്ങളിലും വരാറുണ്ട്. അപ്പം അവരുടെ ഒരു റെസ്പോൺസിബിൾ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ട് എത്രമാത്രമാണ് ഇപ്പം നല്ല രീതിയിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ വേഴ്സ് രീതിയിലേക്കാണ് ഇപ്പോൾ അത് പോകുന്നത്? എങ്ങനെയാണ് ആളുകളുടെ ഒരു ചിന്താഗതി എങ്ങനെയാണ് ഇതിലേക്ക്? അല്ല, തീർച്ചയായിട്ടും ഇപ്പം നല്ല രീതിയിലോട്ട് തന്നെയാണ് പോകുന്നത്. ആളുകൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ. പിന്നെ നമ്മൾ സൈൻ ബോർഡുകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മളുടെ എക്കോ ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് വരുമ്പം അവിടെ പ്രത്യേകിച്ച് നമ്മളിപ്പം CCTV ക്യാമറകൾ വെക്കുന്നു. ഇതൊക്കെ വെക്കുമ്പം എല്ലാവർക്കും ഒരു ബോധ്യമുണ്ട് ഇത് കണ്ടുപിടിക്കുമെന്ന്. അതുകൊണ്ടായിരിക്കണം ആളുകൾ വളരെ ഇതാണ്. പക്ഷെ അതേസമയം ഒരു കാണാത്ത സ്ഥലത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരാളുടെ സ്വഭാവം നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത്, അപ്പോൾ ആരും ഇല്ലെങ്കിലും അത് കൃത്യമായിട്ട് ചെയ്യുമോ, അതായത് ആ പറഞ്ഞ രീതിയിൽ ചെയ്യുമോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതല്ലാതെ കൂടുതൽ വേറെ പ്രശ്നമുള്ളത് ഈ പറഞ്ഞ ഈ ജൈവമാലിന്യങ്ങളും മറ്റും പല കടകളിൽ നിന്നുമൊക്കെ ഉള്ള വേസ്റ്റുകൾ അത് രാത്രി ആരും കാണാത്ത സമയത്ത് നമ്മളുടെ വനത്തിൽ കൊണ്ടുപോയി ഇടുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ വരുന്ന ടൂറിസ്റ്റുകൾ കഴിയുന്നതും സഹകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ അകത്തും കുറച്ച് പേര് സഹകരിക്കാതെ പോകുന്ന ആൾക്കാരും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ കാണാത്ത സമയത്ത് അല്ലെങ്കിൽ ആൾക്കാർ ഒബ്സർവ് ചെയ്യാത്ത സമയത്ത് പല ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. യു ആർ അണ്ടർ CCTV എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ഓക്കെ നല്ല കുട്ടിയാകുന്നു, മാറി നിൽക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് വലിച്ചെറിയാം എന്നുള്ളൊരു തോന്നൽ അല്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക, ഇതൊക്കെ നമ്മുടെ റിസോഴ്സാണ്, നമ്മൾ ഇതിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട് SK ജംഗ്ഷനിൽ കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അറിയാം പറയാം SK ജംഗ്ഷനിലൂടെ. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ശ്രീകക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് മാർച്ച് 21 ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അരുൺ RS, IFS ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ഹൈ റേഞ്ച് സർക്കിൾ, കോട്ടയം. സാർ,
നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനി അടുത്തത് അറിയേണ്ടത്, നമുക്കറിയാം ഒരുപാട് പേര് ട്രിപ്പ് പോകുന്നത്, ഇനിയിപ്പം ട്രിപ്പിൻ്റെ കാലമാണ്. കാരണം ഇപ്പം അവധിയായി, കുറച്ച് പേർക്കൊന്നും ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്ന സമയമാണ്. ഇപ്പം ട്രിപ്പിന് എപ്പോഴും നമുക്ക് വെക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ ഒരു ഏരിയ ആണ് ഈ ഫോറസ്റ്റിലുള്ള ഒരു വാസം എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്ക് ട്രിപ്പ് പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകളോട് സാറിന് എന്താണ് പറയാനായിട്ടുള്ളത്? എന്തൊക്കെ പെർമിഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അവെയർ ആയിട്ട് ഇരിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? നമ്മളുടെ എല്ലാ എക്കോ ടൂറിസം ഡെസ്റ്റിനേഷനുകളും ഇപ്പോൾ ഓൺലൈനായിട്ട് ബുക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ട് ഈ ബുക്ക് ചെയ്യുക. അപ്പോൾ ഇതല്ലാതെ ഈ നമ്മളുടെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ടൂറിസത്തിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം അതിൻ്റെ അത് പല സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്തരത്തിൽ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള എക്കോ ടൂറിസം സെൻറ്ററുകളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളുടെ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ഒരു കാട്ടിലേക്ക് ആരുടെയും പെർമിഷൻ എടുക്കാതെ ചെല്ലുക എന്ന് പറയുന്നത് അത് വളരെ അപകടം വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. അത് ലീഗലിയും തെറ്റാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ തരത്തിൽ അപകടം വിളിച്ചു വരുത്തുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോപ്പർലി പെർമിഷൻ എടുത്ത് മാത്രമേ വനത്തിലേക്ക് പോകാൻ പാടുള്ളൂ. 2, ഈ വനമേഖലയിലൂടെയുള്ള സ്ഥലങ്ങളിലൂടെ റോഡുകൾ ധാരാളമുണ്ട്. അവിടെ മൃഗങ്ങളുടെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട്, കോൺഫ്ലിക്റ്റുകളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടി നിർത്തിയിട്ടിട്ട് അവിടെ ഭക്ഷണം കഴിക്കുക, അപ്പോൾ അങ്ങ് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പം ചിലപ്പം ഈ തരത്തിലുള്ള സംഘർഷത്തിന് ഇടയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്തരം മേഖലകളിൽ ഈ തരത്തിൽ കൂടുതൽ വണ്ടി നിർത്തിയിടുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക കഴിയുന്നത്ര. പിന്നെ ഈ വന്യജീവികളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് കാട്ടാനയൊക്കെ കാണുമ്പോൾ, അപ്പോൾ പോയിട്ട് അതിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാം, അല്ലെങ്കിൽ അതിനെ ഒരു ഇൻട്രസ്റ്റഡ് അതിൻ്റെ അടുത്തോട്ട് പോവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വണ്ടിയിലിരുന്നാണെങ്കിൽ ഇതിനെ ഹോങ്ക് ചെയ്ത് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ പലതരം ഇതിന് മെസ്സേജസ് കൊടുത്തിട്ടുണ്ട്, ഹൗ ടു ഡു ദ തിങ്സ്. അപ്പോൾ അത് നമ്മളുടെ വെബ്സൈറ്റിലൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് എന്താണ് നമ്മൾ കാട്ടിൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെന്നുള്ളത് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും ഈ തരത്തിൽ പോകുന്നുണ്ടെങ്കിൽ. പിന്നെ ഈ തരത്തിൽ വേറെ വന്യമൃഗങ്ങളെ, പ്രത്യേകിച്ച് കുരങ്ങുകളൊക്കെ കാണുമ്പോൾ ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെപ്പോഴും കാട്ടിലെ ഭക്ഷണം മാത്രമല്ല, നാട്ടിലുള്ള ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് പിന്നെ കൂടുതൽ ഈ കുരങ്ങുകളെല്ലാം നാട്ടിലോട്ട് വരും. അപ്പോൾ അത് കൂടുതൽ കോൺഫ്ലിക്റ്റിലോട്ടാണ് പോവുക. അതുകൊണ്ടാണ് അതിനുള്ള ഭക്ഷണം അതിന് കാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ഭക്ഷണ രീതിയും കൂടുതൽ സാൾട്ടുള്ള ഭക്ഷണം അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരും. ഓക്കെ. ആ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ഇപ്പം കേട്ടിട്ടുണ്ട് ചില മയിലുകൾ നമ്മുടെയൊക്കെ പ്രദേശത്ത് ഇങ്ങനെ പെട്ടെന്ന് വന്നു. അതൊക്കെ ഭയങ്കര ഒരു ഭീമാകാരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളിമൂങ്ങേനെ നമ്മളിങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ കുരങ്ങ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ള സാഹചര്യങ്ങൾ. അപ്പം ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ തൊട്ട് മുന്നിൽ കാണുവാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ തന്നെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിക്കണോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പം അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അല്ല, ഇതിനെ റെസ്ക്യൂ ചെയ്യേണ്ട ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു വെള്ളിമൂങ്ങ കണ്ടു, അത് സാധാരണ ഒരു നൈറ്റിൽ വന്നിട്ട് ഒരു ചില്ലയിലായിരിക്കും ഇരിക്കുന്നത് മരത്തിൻ്റെ മുകളിൽ. സോ ഡേ ടൈമിൽ അത് പറന്നു പോവില്ല. അപ്പോൾ ജസ്റ്റ് അത് വേറെ ഒന്നും നമ്മൾ ഉപദ്രവിക്കാൻ പോകുന്നില്ല. അപ്പോൾ വെള്ളിമൂങ്ങയുടെ കേസാണെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് ഡേ, കാരണം അത് യൂഷ്വലി ഇപ്പം വീടുകളിലെ മച്ചിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും ഇത് വന്ന് ഇരിക്കുന്നത്. അത് നൈറ്റാകുമ്പോൾ അത് പോവും. അത് ഒരു ജീവി അതിൻ്റെ റുട്ടീൻ ഇതിൽ ചിലപ്പം നമ്മൾ കാണുന്ന സ്ഥലത്ത് ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനെ യഥാർത്ഥത്തിൽ റെസ്ക്യൂ ആവശ്യമില്ല. പക്ഷെ അതേസമയം ഇത് അപകടം പറ്റി ഒക്കെ ഇരിക്കുന്നതാണ്, അല്ലെ നമുക്ക് ജീവഹാനി ഉണ്ടാവുന്ന, അല്ലെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള, അങ്ങനെയൊക്കെ വരുമ്പം, പ്രത്യേകിച്ച് പാമ്പ്. അപ്പോൾ പാമ്പിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർപ്പ ആപ്പ് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അതിലുള്ള കോൺടാക്ട് നമ്പർ വെച്ച് നിങ്ങൾക്ക് ഈ നമ്മളുടെ ഈ വളണ്ടിയേഴ്സിൻ്റെ അതുപോലുള്ള മറ്റ് ജീവികളുണ്ട്, ഉപദ്രവകാരികളായിട്ടുള്ള എന്ന് തോന്നുന്ന ജീവികളുണ്ടെങ്കിൽ അതും നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്, അതിനെ റെസ്ക്യൂ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അപകടകാരികളായിട്ടുള്ള ജീവികളെ നമ്മളെ അതിൽ നിന്ന് സംരക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സാറ് പറഞ്ഞു. ഇതുപോലെ അറിഞ്ഞിരിക്കേണ്ട പല വിധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. നമ്മൾ ഇന്ന്
പറഞ്ഞു തുടങ്ങിയത് തന്നെ വനമില്ല എന്നുണ്ടെങ്കിൽ ജീവനില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിനെ അർത്ഥവത്താക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടു അറിഞ്ഞു. അക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ളത് അരുൺ RS IFS ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഹൈറേഞ്ച് സർക്കിൾ കോട്ടയം. സാർ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്ക് എങ്ങനെയൊക്കെ വനങ്ങൾ സംരക്ഷിക്കാം. നമ്മൾ പണ്ട് കാലത്ത് പഠിക്കുമ്പോൾ തൊട്ട് നമുക്ക് ഒരു തൈ നടാൻ നല്ല നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നു. അത് നമ്മൾ ഇന്ന് പ്രാവർത്തികമാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഇപ്പം സാറ് പറഞ്ഞ ഓരോ സെൻറ്റൻസിലൂടെ നമുക്ക് കിട്ടിയത്. അപ്പം എന്താണ് സാറിന് നമുക്ക് ഇനി നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്, ഈ ഒരു വനദിനത്തോടനുബന്ധിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? വനങ്ങൾ സംരക്ഷിക്കുക, വനം സംരക്ഷിക്കുന്നതിലേക്ക് നമുക്ക് എല്ലാ സഹായങ്ങളും വനം വകുപ്പ് മുന്നിൽ എപ്പോഴും നിൽക്കും, പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ അതോടൊപ്പം ജനങ്ങളുടെ പങ്കാളിത്തം തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിലുപരി അവരവർക്ക് അവരവരുടെ ചെറിയ ജീവിതത്തിൽ ഈ ഒരു മരമെങ്കിലും പ്ലാന്റ് ചെയ്യാൻ പറ്റുക, അതിനെ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത് എല്ലാവരും ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യമായി മാറും. ഒരു തുള്ളി പെരുവെള്ള എന്ന് പറഞ്ഞതുപോലെ. യെസ്, അപ്പോൾ എന്തായാലും നല്ലൊരു ആശയം സാറ് പറഞ്ഞു, അവസാനിപ്പിച്ചു SK ജംഗ്ഷനിലൂടെ. ആൻഡ് സാർ, താങ്ക് യു സോ മച്ച്. നമുക്ക് അറിയത്തില്ലാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു, നമ്മൾ അറിയാതെ പോയ ചില കാര്യങ്ങളുണ്ടായിരുന്നു, അതിലേക്കൊക്കെ ഒരു ഇൻസൈറ്റ് സാർ നൽകി, സാറിൻ്റെ വാക്കുകളിലൂടെ. എനിവേ, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. യെസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ വനദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടത്, അറിഞ്ഞത്. നമുക്കറിയാം ഈ ഒരു വനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് കേട്ടു, അല്ലെങ്കിൽ വനം നമ്മളെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ നമ്മളും വനത്തെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ കേട്ടുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ SK ജംഗ്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല വിധമായിട്ടുള്ള കാര്യങ്ങൾ SK ജംഗ്ഷനിലൂടെ കേൾക്കാം. ഏവർക്കും ഒരു വനദിന ആശംസകൾ നേരുന്നു. സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ആ ഒരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മരമെങ്കിലും അല്ലെങ്കിൽ ഒരു തൈയെങ്കിലും നമുക്ക് നാളേക്ക് വേണ്ടി നടാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. SK ജംഗ്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് RJ Jo signing off from SK ജംഗ്ഷൻ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗ ക്ഷേത്ര.